ഇത് നമുക്ക് പിങ്കും വൈറ്റും ആയിട്ട് വരുന്ന ഒരു പുതിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവർ നേരത്തെ ഉള്ളതൊക്കെ പൊഴിഞ്ഞു പോയതാണ്. ഇനി അടുത്ത് നല്ല ഷൂട്ട് വരുന്നുണ്ട്. ഇതിനിപ്പോൾ നിറച്ച് പൂക്കും. ഈ ഫ്ലവർ കൂടി കഴിഞ്ഞാൽ നിറച്ച് പൂ അടുത്ത് മുട്ട് വന്ന് നിറയെ വരി നിറച്ച് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ബാക്കി ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് പോയതാണ് ഫ്ലവർ പൊഴിഞ്ഞപ്പോൾ. ഇത് റോസയിലെ ഒരു പീച്ച് കളറാണ്. ഇത് അപൂർവം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കൂടുതൽ ദിവസം നിൽക്കുകയും ചെയ്യും. നല്ല ശക്തിയുള്ള പൂവാണ് വരുന്നത്. അതിൽ വലിപ്പത്തിലും ഉണ്ടാവും, കളറിലും നല്ല കളറാണ്. ഇത് റബ്നാച്ചി എന്ന് പറയുന്ന ഒരു റോസാണ്. ഇത് പ്ലാസ്റ്റിക് പോലെ 3-4 ദിവസം പൂ അങ്ങനെ തന്നെ നിൽക്കും. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് പോലെ ആയിരിക്കും. വേണ്ട തൊട്ടാൽ തന്നെ തൊഴിയാത്ത ഒരു വെറൈറ്റിയാണ്. പ്ലാസ്റ്റിക് മാതിരി ഇരിക്കും. അത് നല്ല നിറച്ച് പൂവും വരും. നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്നതാണ്. ഇപ്പോൾ 2 ഫ്ലവർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫ്ലവർ കട്ട് ചെയ്തതാണ്. ഇത് ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു റോസയാണ്. ഇത് പുതിയ ഫ്ലവറും പഴയതാകുമ്പോൾ ഇത് ലൈറ്റ് പിങ്ക് ആവും. ഇത് ഡാർക്ക് പിങ്കും ഇത് ലൈറ്റ് പിങ്കും. പഴയ ഫ്ലവർ ആകുമ്പോഴാണ് ഈ ലൈറ്റ് ആവുന്നത്. ഇത് നിറച്ച് കൂടുതൽ ദിവസം നിൽക്കുന്ന ഒരു ഫ്ലവറാണ്.